എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ശീമച്ചക്ക തീയലാണ് വയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടു ശീമച്ചക്ക, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതാ നന്നായിട്ട് വിളഞ്ഞ ചക്കയാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം. ഇതാ ശീമച്ചക്ക ഇനി ഒന്ന് മുറിച്ച് എടുത്തിട്ട് ഇതിനി രണ്ടായിട്ടൊന്നും കൂടെ മുറിച്ചെടുക്കണേ. ഇതുപോലെ ഒന്നും കൂടെ മുറിക്കുക. എന്നിട്ട് ഇതിനൊരു അരക്കുണ്ട്, ഒരു പശ പോലെ ഒരരക്കുണ്ട്. അതൊന്ന് ഒരു പേപ്പർ വെച്ചൊന്ന് തുടച്ച് കളയാം. നമുക്ക് തുടച്ചതിന് ശേഷം നമുക്കിനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം. അപ്പം ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ടാണ് വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. ഈ തൊലിയൊക്കെ ചെത്തി നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് തോരൻ വയ്ക്കാനും മസാലക്കറി വയ്ക്കാനും കൂട്ടുകറി വയ്ക്കാനും പുഴുങ്ങി കഴിക്കാനും ഒക്കെ നല്ലതാണ്. തേങ്ങയൊക്കെ ഇട്ട് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി തീയലിനുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് വറുക്കാൻ. പിന്നെ മല്ലി, മുളക്, പെരിഞ്ചീരകം, ചെറിയ ഉള്ളി. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി, അതും കൂടെ ഞാൻ അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് വാടട്ടെ. അപ്പോഴത്തേനും നമുക്ക് അതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒന്ന് ഇളക്കി ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് മല്ലിയും മുളകും പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകും. എല്ലാ സ്ഥലത്തും ഒരുപോലെ ഇളക്കണേ. ഇനി മല്ലിയും മുളകും പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുളക് ഞാനിവിടെ ഒരു 3 മുളകേ എടുത്തിട്ടുള്ളൂ. എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ആ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോവേ. ഇനി തീയലിനുള്ള ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച കഷ്ണമെല്ലാം ഇട്ട് ഒരു 2 പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി ഇതവിടെ ഇരുന്നൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് അരച്ച് കൊണ്ടുവരണം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളച്ചോന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി, സബോള ഉണ്ടെങ്കിൽ സബോള ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും ചെറിയ ഉള്ളി ഇടുന്നതാണ് ഇത്തിരിയും കൂടെ ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അത് അവിടെ ഇരുന്നൊന്ന് വേകട്ടെ. പെട്ടെന്ന് വേഗം കേട്ടോ, ശീമച്ചക്കയൊക്കെ പെട്ടെന്ന് വേകും. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കാം, വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ഇളക്കിയൊക്കെ നോക്കി വെള്ളമൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ തീയലിനൊക്കെ ഒരുപാട് ചാറ് പോലെ വേണ്ടല്ലോ, ഇത്തിരി ഒന്ന് കുറുകിയിരിക്കണം തീയലിനൊക്കെ. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. ഇനി ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ഒന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഇത്തിരിയും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ആ അരപ്പൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇത്തിരി പുളി പിഴിഞ്ഞൊഴിക്കണം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. വാളംപുളിയാണേ. അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടിയൊക്കെ ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ അങ്ങ് ഓഫ് ചെയ്തു കടുക് വറുക്കണം. കടുക് താളിക്കാനായിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു.
ചട്ടിയൊക്കെ ചൂടായപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഞാനൊരു 4 ഉള്ളി, ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് ചുമന്ന കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയൊക്കെ ദാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവത്തിനിരിപ്പുണ്ട്. ഉണ്ടോ? ഞാൻ തേങ്ങ വറുക്കാൻ നേരം ഒന്നും എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. തേങ്ങയ്ക്ക് നല്ല എണ്ണയുള്ള തേങ്ങയായിരുന്നു. ഈ കടുക് വറുത്ത ഉടനെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കാവുള്ളേ. ഇതാ ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പരുവത്തിനായിട്ടിരിപ്പുണ്ട് തീയൽ. ഇനി ഈ തീയൽ നമുക്കൊരു ബൗളിലേക്ക് കോരി വയ്ക്കാം. കോരി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇതാ തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.